കാര്യം പ്രത്യേകിച്ച് 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെ കഴിഞ്ഞാൽ ഉപരിപഠനം ഇനി എന്താകണം, ഏത് മേഖലയിൽ പോകണം എന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന ഒരു ഘട്ടമാണ്. നമുക്ക് ഇപ്പോൾ രക്ഷിതാക്കൾക്കൊരു സ്വപ്നം ഉണ്ടാവും, എൻ്റെ കുട്ടി ഇന്നതാവണം, അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തർ ചിലപ്പോൾ കുട്ടിക്കുണ്ടാവും ഓരോ സ്വപ്നം. പക്ഷെ ആ പഠന മേഖലയ്ക്ക് ആവശ്യമായ അതിനുള്ള കപ്പാസിറ്റി, അതിനുള്ള ഒരു ശേഷി നമ്മുടെ കുട്ടിക്കുണ്ടോ, അതിനുള്ള പാഷൻ ഉണ്ടോ, അതിനാവശ്യമായ കഴിവുകളുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതെല്ലാവർക്കും കൂടി ഏത് കോഴ്സ് എടുക്കാം എന്ന ഒരു വിചാരമുണ്ട്, അത് അബദ്ധമാണ്. ഓരോരുത്തർക്കും ഓരോ പൊട്ടൻഷ്യലും ശേഷിയും യൂണിക്കായ സവിശേഷമായ പ്രത്യേകത ഉണ്ടാവും. അതിന് അഭിരുചി പരീക്ഷകൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ രംഗത്തെ കൺസൾട്ടൻസികൾ അത് നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അതിന് ഏജൻസികളുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ സമയവും പണവും പാഴാവില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള സമീപനം നടത്തണം. പരലോകത്ത് അള്ളാഹു ധനം എന്തിന് ചെലവഴിച്ചു, ആയുസ് എന്തിന് നശിപ്പിച്ചു എന്ന് ചോദിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. ചില ആൾക്കാരൊക്കെ മനസ്സോടെ ചില കോഴ്സ് എടുക്കും, അവസാനം ജീവിതത്തിൽ വിചാരിച്ച പോലെ ഒരു നേട്ടം കൈവരിക്കാത്തപ്പോൾ നിരാശയാണ്. ഞാൻ അന്നാണെങ്കിൽ ആ കോഴ്സ് എടുത്തു, അതിന് എവിടെയും റെലവൻസ് ഇല്ല, ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന പല ആളുകൾ. അതിൻ്റെ പേരിൽ വീട്ടിൽ പ്രശ്നങ്ങൾ, ഉപ്പയോട് ഉമ്മയോട് അകൽച്ച, ഇങ്ങനെയുള്ള നിരാശാ ജന്മങ്ങളെ നമ്മൾ ബാക്കിയാക്കരുത്. ഈ രംഗത്തൊക്കെ കൃത്യമായി ഒക്കെ അന്വേഷിക്കാനും പഠിക്കാനൊക്കെ സംവിധാനമുണ്ട്. ഒരു കോഴ്സിൻ്റെ ഇന്നത്തെ റെലവൻസ്, ഒരു സർവകലാശാലയുടെ ഇന്നത്തെ നിലനിൽപ്പ്, അതിൻ്റെ റാങ്കിങ്, അവിടുത്തെ അധ്യാപക ഫാക്കൽറ്റിയുടെ മേന്മ, അവിടെ പഠിച്ച് ഇറങ്ങിയ വിദ്യാർത്ഥികളുടെ ആ ട്രാക്ക് റെക്കോർഡ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ആ രംഗത്തൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ, ഈ 21ാം നൂറ്റാണ്ടിൻ്റെ ഒരു ബോധ്യം, ധാരണ നമുക്കുണ്ടാവണം. മൂന്നാമത്തെ കാര്യം, നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ഒരു കോഴ്സ് എടുത്താലും, ഒരു ക്യാമ്പസ് തിരഞ്ഞെടുത്താലും, ഒരു ഹോസ്റ്റൽ തിരഞ്ഞെടുത്താലും മുസ്ലിമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ചില സ്ഥാപനങ്ങളിൽ അവിടുത്തെ ആ അധ്യയന സമയത്ത് ക്യാമ്പസിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ജുമക്ക് പോവാതെ 4-5 വർഷം കോഴ്സുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. ചില സ്ഥാപനങ്ങളിൽ സ്കാർഫ്, മഫ്ത അത് ധരിക്കാൻ അനുവാദം ഉണ്ടാവില്ല, ഫുൾ സ്ലീവ് ധരിക്കാൻ അനുവാദം ഉണ്ടാവില്ല. അപ്പോൾ ഒരു സ്ഥാപനത്തെക്കുറിച്ച്, അവിടുത്തെ അന്തരീക്ഷം, അവിടെ പഠിക്കുമ്പോൾ ആ കാലത്ത് എന്തായിരിക്കും കുട്ടീൻ്റെ അവസ്ഥ, ഇതൊക്കെ മുൻകൂട്ടി അന്വേഷിക്കണം. അവനാൻ്റെ കോഴ്സ് നോക്കുക, സ്ഥാപനം നോക്കുക, ബാക്കിയൊന്നും നോക്കാത്ത ഒരു സാഹചര്യം ഒരിക്കലും തന്നെ പാടുള്ളതല്ല. മക്കൾ അള്ളാഹു നൽകിയ അമാനത്താണ്, അവർ ദീനിയായി വളരുന്നു എന്നത് നമ്മൾ ഉറപ്പുവരുത്തണം. അതേപോലെ ചില സ്ഥാപനങ്ങളിൽ ഈ എന്താ പറയുക, ഈ ഇന്നത്തെ സാമൂഹികമായ പല തിന്മകളും അരാജകത്വങ്ങളും വ്യാപകമാണ്. അപ്പം അത്തരം ക്യാമ്പസുകൾ നമ്മൾ ഒപ്റ്റ് ചെയ്യരുത്, സ്വീകരിക്കരുത്. ഒരു കോഴ്സ് കഴിയുമ്പോൾ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം, ലഹരിക്ക് അടിമപ്പെടുക, അതേപോലെ ദീന് വലിച്ചെറിഞ്ഞ് താന്തോന്നികളായി, തോന്നിവാസികളായി, മുർത്തദ്ദുകളായി, ദൈവനിഷേധികളായി ജീവിക്കുന്നവരാകുന്ന അത്തരം പശ്ചാത്തലം ചില ക്യാമ്പസുകളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളും നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കണം. അവസാനത്തെ ഒരു കാര്യം, സാധാരണ നമുക്ക് ഇന്നത്തെ ഒരു കാലത്ത് ഒരു കോഴ്സ്, സാധാരണ ഒരാൾ ഒരു കോഴ്സ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട മേഖലയിലായിരിക്കും അവർക്ക് ജോലി ലഭിക്കുക. അതുകൊണ്ട് തന്നെ മുമ്പൊന്നും അങ്ങനല്ല, പഠിച്ച കോഴ്സ് വേറെ, ചെയ്യുന്ന ജോലി വേറെ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്ന മിക്ക ആളുകളുടെ അവസ്ഥ അതാണ്. പക്ഷെ ഏറ്റവും പുതിയ ഈ രംഗത്തുള്ള ട്രെൻഡ്, ഒരു തൊഴിൽ ദാതാവ് തൻ്റെ കീഴിൽ ഒരാളെ ജോലിക്കെടുക്കുമ്പോൾ ഇയാൾ ജോലിക്ക് കയറിയിട്ട് പിന്നെ പഠിച്ചോട്ടെ എന്നല്ല, ഇതിനാവശ്യമായ ഒരു ശേഷി അവനുണ്ടോ, അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് നോക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ഹ്യൂമൻ റിസോഴ്സ് മന്ത്രാലയം ചെയ്യുന്നത്, ഓരോ തൊഴിൽ മേഖലയിലും ജോലി ചെയ്യുന്നവർക്ക് ആ രംഗത്തുള്ള വൈദഗ്ധ്യവും പരിശീലനവും പാഠവും അതിനുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷനും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ചില ആളുകൾക്ക്, ചില ടെക്നീഷ്യൻസിന് എല്ലാ കഴിവുണ്ടാവും, പക്ഷെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അത്തരം ആളുകളെ വേണ്ടതില്ല എന്ന നിലക്ക് തൊഴിൽ രംഗത്ത് പരിഷ്കാരങ്ങൾ പല രാജ്യങ്ങളും നടപ്പിലാക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മുടെ മേഖലയ്ക്ക് ആവശ്യമായ പഠനം ഉണ്ടാവണം. എന്നതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് നമുക്കറിയാലോ, ആ ജോലി ഇസ്ലാമികമായി പറ്റുന്നതാണോ അല്ലേ എന്നതും നോക്കാം.
വളരെ കുറച്ച് ജോലികൾ മാത്രമേ ഇസ്ലാമിക മൂല്യങ്ങളോട് അലൈനാവാത്ത യോജിക്കാത്തതുള്ളൂ. ഏറെക്കുറെ എല്ലാ കോഴ്സുകളും മുസ്ലിം സമുദായത്തിന് അനുവദിക്കപ്പെട്ടതും ആ രംഗത്ത് മുസ്ലിമീങ്ങളുടെ പ്രാതിനിധ്യം ആവശ്യവുമാണ്. അപ്പോൾ നമ്മൾക്ക് അറിയാം ഇത് പഠിച്ചാൽ എന്തായിരിക്കും. അതുകൊണ്ട് ആ കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കണോ വേണ്ടേ എന്നത് നമ്മൾ ഗൗരവമായി ചിന്തിക്കുക. അതല്ലാതെ 10-15 കൊല്ലം ഒരു ജോലിയൊക്കെ ചെയ്ത് പിന്നെ ഒരു ദീനാണ്ട് കയറാം, ഞാൻ പഠിച്ചത് ഇത്, ജോലി ഇത് ഹറാമാണോ, എങ്ങനെ ഞാൻ ജീവിക്കുക, ഒരു മനസ്സമാധാനമല്ല എന്ന് പറഞ്ഞ് പോകുന്ന ഒരു രീതിയേക്കാൾ മുൻകൂട്ടി ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളൊരു കാഴ്ചപ്പാടുണ്ടാക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ദുനിയാവും പരലോകവും രണ്ടും നമുക്ക് വേണം. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രം കിട്ടുന്ന സെലക്ഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും മക്കളിലും കൺകുളിർമയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.